വഴിയരികിൽ. ഒരു മാസത്തിനുള്ളിൽ രാജ്യം തകരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന യുദ്ധം സൈനിക ഏറ്റുമുട്ടലുകൾക്കപ്പുറം രാഷ്ട്രീയവും സാമൂഹികവുമായ വലിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പുമായി ചില ഇസ്രായേലി വിശകലന വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നേരിടുന്ന യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടാൽ രാജ്യത്തിന്റെ ആഭ്യന്തര ഘടന തന്നെ തകരാൻ തുടങ്ങാമെന്ന് ഇസ്രായേലി രാഷ്ട്രീയ നിരീക്ഷകനായ അലോൺ മിസ്രാഹി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുദ്ധം ഒരേ സമയം പല മേഖലകളിലേക്ക് വ്യാപിച്ചാൽ, അതായത് ഇറാൻ, ലെബനനിലെ ഹിസ്ബുള്ള, സിറിയ, ഗാസ എന്നിവിടങ്ങളിലാണ് നിരവധി മുന്നണികൾ പോരാട്ടം തുടരേണ്ട സാഹചര്യം വന്നാൽ ഇസ്രായേലിന് അതീവ ഗുരുതരമായ ആഭ്യന്തര സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്റുകളിലൂടെയാണ് മിസ്രാഹി ഈ മുന്നറിയിപ്പ് പങ്കുവച്ചത്. നിലവിലെ യുദ്ധത്തിന്റെ തീവ്രതയും വ്യാപ്തിയും തുടരുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര ഘടനയിൽ വിള്ളലുകൾ കാണാൻ തുടങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇതിനോടകം തന്നെ ഇസ്രായേലിൽ ആന്തരിക സമ്മർദ്ദത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. സൈനിക മുന്നണികളിൽ തുടർന്ന ആക്രമണങ്ങൾ, തുടർച്ചയായ മിസൈൽ ഭീഷണികൾ, ദീർഘകാല യുദ്ധത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്നിവയെല്ലാം ചേർന്നാണ് രാജ്യത്തിനകത്തെ സമ്മർദ്ദം വർദ്ധിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇതിനിടെ മറ്റൊരാശങ്കയും ഉയരുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഘടകമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം കുറയുന്നതായി ചില ഇസ്രായേലി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം മുൻപ് തന്നെ ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രവചിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദീർഘകാലം തുടർന്നുകൊണ്ടിരിക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ വലിയ തോതിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആവശ്യമാണ്. അതിനാൽ യുദ്ധം കൂടുതൽ നീണ്ടാൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വടക്കൻ അതിർത്തിയിലെ സാഹചര്യം പ്രത്യേകിച്ചും സങ്കീർണമായിരിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ സൈന്യത്തിന് ഈ മേഖലയിലെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെന്നും വലിയ തോതിലുള്ള കരസേനാ ആക്രമണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നുമാണ് മിസ്രാഹിയുടെ വിലയിരുത്തൽ. ഒരേ സമയം നിരവധി മുന്നണികളിൽ യുദ്ധം തുടരേണ്ട സാഹചര്യം വന്നാൽ അത് ഇസ്രായേലിന്റെ സൈനിക ശേഷിയെയും സാമ്പത്തിക ശേഷിയെയും കടുത്ത പരീക്ഷണത്തിലാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. എന്നിരുന്നാലും ഇതുവരെ ഇസ്രായേൽ പല വെല്ലുവിളികളെയും അതിജീവിച്ചിട്ടുണ്ടെന്നും ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിരുന്നാലും യുദ്ധത്തിന്റെ ദൈർഘ്യം കൂടുന്തോറും സമൂഹത്തിൽ ക്ഷീണം, മാനസിക സമ്മർദ്ദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന യുദ്ധം ഇനി സൈനിക ഏറ്റുമുട്ടലുകൾക്കപ്പുറം രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ദൈർഘ്യവും വ്യാപ്തിയും കൂടുന്ന സാഹചര്യത്തിൽ ഈ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനും മുഴുവൻ പ്രദേശത്തിനും എത്രത്തോളം ബാധകമാകുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.